ഗൈസ് അങ്ങനെ ഇന്നലെ ലോക്കിയുടെ DC മൂവി ഉണ്ട്. അതായത് സാധാരണ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ പടത്തിലും നടക്കുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ. പക്ഷെ ഇവിടെ ഈ പടം എന്തുകൊണ്ട് മറ്റുള്ള ഫിലിംസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതിനുള്ള 2-3 കാരണങ്ങൾ. ഒന്ന് അനിരുദ്ധ്, പിന്നെ അവിടെ ലോകേഷാണ് വാമി എന്താണ് ലോകേഷിനെ സംബന്ധിച്ചിട്ട് നോർമൽ ആക്ടിങ് ഫുൾ കൽപ്പിട്ടിട്ട് അവരാ. പക്ഷെ വാമിയുടെ അഭിനയവും അതുപോലെ ഇടയിൽ വന്നു പോയിട്ടുള്ള നമ്മളെ സഞ്ജന നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ നമുക്ക് അവരുടെ റൊമാൻസും അതുപോലെ ഒരു ചെറിയ സീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലി നമ്മളെ വീക്കാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പടത്തിൽ അനിരുദ്ധിൻ്റെ വലിയൊരു പങ്ക്, ജയിലറിൽ നമ്മൾ ആ BGM കണ്ട പോലെ തന്നെ ഇതിലും സെയിം തന്നെ. നമുക്ക് തിയേറ്ററിൽ നിന്ന് ആ BGM മൊത്തം നമ്മുടെ മുഴങ്ങി കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഈ പടത്തിൻ്റെ ആദ്യം മുതൽ ഒടുക്കം വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. സാധാരണ ക്ലീശ പോലെ ഇത് ഇനി ഇങ്ങനെ ഉണ്ടാവുക, അത് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ള അങ്ങനെയല്ല. ഇതിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. കാര്യം സിനിമയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ വില്ലന്മാരുടെ ഇടയിലെ ഫ്രണ്ട്സാണ്, അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ബോണ്ട്, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഓരോരോ ഇവർക്ക് ഉണ്ടാകുന്ന ട്രബിളും ആ ട്രബിൾ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന കുറേ ഇൻസിഡൻറ്റുകൾ, അതിലുണ്ടാകുന്ന ഇവൻ്റെ റൊമാൻസുകൾ, ആ റൊമാൻസിൻ്റെ ഇടയിലുണ്ടാകുന്ന ട്രാജഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിൽ മുതലാണ് നമ്മുടെ വാമി വരുന്നത്. വാമി വന്ന മുതൽ ആ വാമിയുടെ ആക്ടിങ്, അതായത് ജസ്റ്റ് ഒരു സെക്സ് വർക്കർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ അങ്ങനെ ഇത്രയും കാലം കടന്നിരുന്ന ഒരാൾ വരികയാണ്. അതായത് അവരുടെ ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത് അവിടെയാണ്. അതായത് ഇവളെ രക്ഷിക്കുന്ന ഒരു സാധനം. ആ ഒരു ഇതിൽ സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ഡയറക്റ്റായിട്ട് പോയിരുന്ന് കാണാവുന്നതാണ്. സ്പോയിലർ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്നിട്ട് നമുക്കിതിങ്ങനെ കാണാം. ആ ഇതിൻ്റെ BGM-ഉം അതേപോലെ ഓരോരോ സീനുകൾ, അതേപോലെ ഫൈറ്റ് സീന്, വെട്ടിക്കുത്തണം, വെടിവെക്കണം. അത് പറഞ്ഞ വാമി, പിന്നെ ഇവൻ ജയിലിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാമിയുടെ ഒരു വരവുണ്ട് ഇവനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഭാഗങ്ങൾ, ഡയലോഗ് ഡെലിവറീസ്, അവളെ അഭിനയംസ്. ലോകേഷിൻ്റെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിട്ട് ഭയങ്കര മാസമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടർ, അധികം ഓവറായിട്ട് സംസാരിക്കാത്തൊരു ക്യാരക്ടർ, ഓൺലി ആക്ഷൻസ് മാത്രം. പിന്നെ അവസാനം ക്ലൈമാക്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ക്ലൈമാക്സും നമ്മൾ എന്താ വിചാരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ വരുള്ളൂ, അവസാനം ഇങ്ങനെയാവും. പക്ഷെ ഇതവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ നല്ലൊരു എൻഡിങ് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ അത് അങ്ങനെ വേണം. നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും വിചാരിക്കും എൻഡിങ് ഇങ്ങനെ ആവായിരുന്നു. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് എൻഡിങ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് ഇത് ഇങ്ങനെ ആയി എന്നുള്ളത്. ഇതിൽ നെഗറ്റീവ് പറയത്തക്കതായിട്ട് ഒന്നുമില്ല. 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ബോറടി വേസ്റ്റ് ഒന്നുമില്ല. നല്ല നിങ്ങൾ പോയി കാണുക.